പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ,
ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രത്യേക സാക്ഷ്യം ഉണ്ടായിരുന്നു. അവർ പറയണത് ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടിച്ചെടുത്തത്, ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടിയെടുത്തതെന്ന് പറഞ്ഞാൽ ഡൊമിനിക് സഹോദരൻ, ഡൊമിനിക്, അദ്ദേഹത്തിൻ്റെ വൈഫ് സിജി, പിന്നെ റോമിക്ക മകൾ, ഈ മൂവരും കൂടി ആ സാക്ഷ്യം പറയണം. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇന്നുവരെ ആരും പറയാത്ത സാധനമാണ്. അത് ഞാൻ നിങ്ങളോട് പറയണത്, ഞങ്ങളുടെ നല്ല കാലത്താണ് ഉടമ്പടിയെടുത്തത്. അദ്ദേഹത്തിന് ജോലിയുണ്ട്, വീട്ടിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, കുടുംബത്തിന് വലിയ കടങ്ങളൊന്നുമില്ല, കുടുംബത്തിന് സ്വസ്ഥവും സമാധാനമായിട്ട് ഭാര്യയും കുഞ്ഞുങ്ങളും വീട്ടിൽ താമസിക്കണം. അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ട് പോയി. അപ്പോൾ ആ ഒരു കാലത്ത് ലീവിന് വന്നപ്പോൾ ഇവർ ഉടമ്പടി എടുത്ത്. ഇപ്പോൾ ഈ ആൾക്കാരെല്ലാവരും ഉടമ്പടി എടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? മോശം കാലത്താണ് ഉടമ്പടി എടുക്കുന്നത്. മോശം കാലത്തല്ലേ ഉടമ്പടി എടുക്കണം. എല്ലാവരും ഒരു 99% ആൾക്കാരും മോശം ടൈമിലാവുന്ന ഉടമ്പടി എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഇങ്ങനെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞത്. നല്ല കാലത്ത് വന്ന ഉടമ്പടി. അപ്പം നല്ല കാലം എന്ന് പറയുമ്പോൾ ഈ കാലം ചേഞ്ച് ചെയ്യുമ്പോഴേ, ഇപ്പം എനിക്കുണ്ടല്ലോ, എനിക്ക് ഒരു ആശുപത്രി കിടപ്പ് ഉറപ്പാണ്. അത് ഈ ജൂൺ മാസത്തിൽ, പിന്നെ ഇനി ഫെബ്രുവരി മാസത്തിലാണ്. കാര്യം പെട്ടെന്ന് നമുക്ക് കൺട്രോൾ പോയിട്ട് ഈ കഫം വന്ന് അന്തരീക്ഷം തണുത്ത് കഴിയുമ്പോൾ അലർജറ്റിക്കായിട്ട്, തണുപ്പിനോട് അലർജിയാണ്, അലർജറ്റിക്കായിട്ട് നമ്മുടെ ചെസ്റ്റ് ബ്ലോക്ക് ആവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിറച്ച് തുള്ളി പനിച്ച് അങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇത് എപ്പോഴും തുടങ്ങിയാല കുഞ്ഞുനാൾ പോലുള്ള റെക്കറിങ് ആയിട്ടുള്ള സംഭവമാണ്. കാലം മാറുമ്പോൾ ബോഡി നമ്മൾ അറിയിക്കും. ഭയങ്കര സിവിയറാണ് ആ സമയത്ത്. പനിയൊക്കെ 103 വരും. അപ്പം ഇതിൻ്റെ ഒരു വിഷയം ഇതുപോലെ അത് സീസൺ ചെയ്യും. ഇതുപോലെ ജീവിതത്തിലും ചില സമയത്ത് സീസൺ ചേഞ്ച് ഉണ്ട്. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സീസൺ ചേഞ്ചിന് മുമ്പ് നമ്മുടെ ജീവിതക്കാരോട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇപ്പം ഇയാൾ ഈ പറയുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ആൾ ജീസസ് യൂത്തിലെ ഫുൾ ടൈമറാണ്. ഫുൾ ടൈമേഴ്സിൻ്റെ പ്രശ്നം വെച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അവരെപ്പോഴും അത് ഈ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടേക്കണമെന്ന് പറഞ്ഞ് ഇട്ടേക്കുമ്പോൾ ഇപ്പോൾ വലിയ യാത്രയില്ലേ, ലോങ് പോകേണ്ട ആൾക്കാരില്ലേ, ലോങ് പോകേണ്ട ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കും. ഈ ആധ്യാത്മിക ആയിരിക്കുന്നത് അതാണ് നല്ലതെന്ന് തോന്നുന്നത്. ചില ആൾക്കാർ ഈ ഷോർട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർ നല്ലത് 1/2 ലിറ്ററൊക്കെ അടിക്കത്തുള്ളൂ, 1 ലിറ്റർ വല്ല 100 രൂപയൊക്കെ അടിച്ചു വെക്കും. അപ്പം അത് നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഒരു മിനിമം ഫിസിക്കൽ ലൈഫ് ഉണ്ടെങ്കിൽ ഇതുപോലെ 100 രൂപയൊക്കെ 50 രൂപയൊക്കെ പെട്രോൾ അടിക്കുന്ന ആൾക്കാരെ പോലെ. ലോങ് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് സാക്ഷ്യം വഹിച്ചുള്ള സാക്ഷി ജീവിതമില്ലേ, അതിനാണ് ലോങ് പോകണമെന്ന് പറയണത്. അങ്ങനെ ലോങ് പോകണവർ ഫുൾ ടാങ്ക് അടിക്കണം. ഈ ഡൊമിനിക് ഒരു ഫുൾ ടാങ്ക് അടിക്കുന്ന പാർട്ടിയാണ്. കാര്യമായിട്ട് ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറാണ്. അപ്പം അവർക്കറിയാം കർത്താവിൻ്റെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല ഫുൾ സ്പിരിറ്റഡ് ആയിരിക്കണം. അപ്പോൾ സ്പിരിറ്റാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത്, സ്പിരിറ്റിൻ്റെ സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ സ്പിരിറ്റ് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ ഞങ്ങളോട് പറയുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനടുത്ത് യോഹന്നാൻ 16:14 ഒരു ഭയങ്കര വചനമാണ്. യോഹന്നാൻ 16:14 വായിച്ചേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ സീസൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും, നിങ്ങളോട് പറയും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഈശോന്റെ ഉള്ളിലുള്ളത് നമ്മൾ അറിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ ഫുൾ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നല്ലവണ്ണം സ്പിരിറ്റോടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന അത് കർത്താവ് നമ്മളെ അറിയിക്കും. അതാണല്ലേ കൃപാസനത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സന്ദേശം അതാണല്ലോ. ദുരന്തമുണ്ടാകാൻ പോകുന്നു,
പ്രാർത്ഥിക്കണം. വരാൻ പോകുന്ന കാര്യങ്ങളാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അത് അൾത്താരയിൽ ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ ആഘോഷമായിട്ട് വന്ന് പറഞ്ഞത്. അമ്മയെ ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ആ മെസ്സേജ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിക്കുന്നത്, ഏത് ജില്ലകളിൽ ചെന്നാലും ഏത് രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങളിൽ ചെന്നാലും ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന അതൊരു വേ ഓഫ് ലൈഫായിട്ട് ഇപ്പോഴൊക്കെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉടമ്പടി ഒരു ജീവിത രീതി എന്ന രീതിയിലാണ് ആൾക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കുറേ ആൾക്കാർ ഇങ്ങനെ പുതുക്കിയിരിക്കും. ഇന്ന് അശ്വതി നായർ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് ഇന്നലെ അതായത് അവർ പറഞ്ഞത്, എൻ്റെ കാശ് തീർന്നപ്പോൾ ഞാൻ എൻ്റെ വള കൊണ്ടേ പണയം വെച്ചു, ഇനി 35,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ്, മാക്സിമം കിട്ടണം 35,000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എനിക്കൊരു 15,000 രൂപയും കിട്ടുന്നതാന്ന് പറഞ്ഞു. 15,000 രൂപയ്ക്ക് ഞാൻ പത്രം മേടിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി മാതാവിൻ്റെ കാര്യം പറഞ്ഞ് കൊടുത്തെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് അശ്വനായർ പറയേ, വള എടുപ്പിക്കുന്ന ഒരു ടൈമായി, അപ്പോൾ അവരെന്നെ വിളിച്ചായിരുന്നു എന്ന് പറയും. വള എടുപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വള എടുക്കണമല്ലേ, അല്ല പിന്നെ പലിശ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉടനെ ചേച്ചി എന്നെ വിളിച്ചു. എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട്, എടി നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ 20,000 രൂപ അയച്ചെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചിയോട് ചോദിച്ചില്ല, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേച്ചിക്ക് അറിയത്തില്ല. എനിക്കിപ്പോൾ ഒരു വള എടുക്കണമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പം തന്നെ ഒരു ബന്ധവുമില്ല, ഒരറിവും ഇല്ലാത്ത ചേച്ചി എനിക്ക് 20,000 രൂപ അയച്ചു തന്നു. അപ്പം അശ്വതി സാക്ഷിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവർ സാക്ഷ്യം പറയാനായിട്ട് മാത്രമാണ് ഈ കൃപാസനത്തിൽ വരണത്. എന്താ കാര്യം, അവർ ഇതിൻ്റെ കൂടെ അങ്ങ് മാതാവിൻ്റെ കൂടെ ജീവിക്കുകയോ മാതാവ് അവിടെ കൂടെ ജീവിക്കുകയോ എന്തൊക്കെയാണ്. ഉടമ്പടിയുടെ ഒരു ലെവലെന്ന് പറയണത് നല്ല ശരിക്കും ഉടമ്പടി സത്യസന്ധമായി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഉടമ്പടിയുടെ ഫുൾ ഓപ്ഷനായിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിങ്ങനെ ഉടമ്പടി ധ്യാനം പോലെ നീട്ടിപ്പറയാൻ പറ്റിയ സ്ഥലമല്ല. ഞാൻ അടുത്ത ദിവസം തന്നെ വിവരിച്ച് പറഞ്ഞുകൊള്ളാം. അപ്പോഴിപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ലോങ് പോകുമ്പോൾ ഫുൾ ടാങ്ക് അടിക്കണം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും അതായത് അന്ന് വേണ്ട അപ്പത്തിന് വേണ്ടിയുള്ള മിനിമം പരിപാടിയായിട്ട് പ്രാർത്ഥന മാറ്റരുത്. മറിച്ച് പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന് പരിശുദ്ധാത്മാവിന് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ സർവ്വസജ്ജമായി ഇരിക്കാനാണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മേലെ ഇത് ഡെയിലി ബ്രെഡ് എന്ന വചനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളത് ഏതാണ്, വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും എന്നാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. പേര് മേരി, ഞാൻ കാട്ടൂർ സെയിൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോള് +2 പഠിച്ചിരിക്കുന്ന സമയത്ത് അവളൊരു റോയിങ് പ്ലെയറാണ്. അപ്പോൾ +2 പഠിച്ചിരുന്ന സമയത്ത് കൃത്യമായി സ്കൂളിൽ പോകാൻ പറ്റാതിരുന്നതിനാൽ ഒരുപാട് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്. പരീക്ഷാ സമയത്ത് അവൾ കോമ്പറ്റീഷനുമായി മഹാരാഷ്ട്രയിലായിരുന്നു. പരീക്ഷയുടെ 2 ദിവസം മുന്നെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പരീക്ഷയായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്തായാലും മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാം. അപ്പം ഞാനിവിടെ പറ്റയായത് കാരണം നേരത്തെ വന്ന് ക്യൂവിൽ നിന്ന്, കൊച്ചു ഹോസ്റ്റൽ ആലപ്പുഴ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് നിയമം വീട്ടിൽ വിടുകയില്ല. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, ഒന്ന് മാതാവിൻ്റെ അനുഗ്രഹം മേടിക്കണമെന്ന് മാഡത്തിനോട് പറഞ്ഞത് കാരണം മാഡം 2 മണി വരെ സമയം പറഞ്ഞ് 2 മണിക്ക് തിരിച്ച് ചെല്ലണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വേഗത്തിലാകാമെന്ന് കരുതി ഇവിടെ വന്ന് ക്യൂ നിന്ന് ഫസ്റ്റ് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പ്രദേശം പറഞ്ഞ് ഹോൾ ടിക്കറ്റ് കാണിക്കാതെ ഇത് ടോക്കൺ തരാൻ പറ്റത്തില്ല, മോള് തന്നെ വരണമെന്ന്. വീണ്ടും ഞാൻ പോയി ബാക്കിൽ നിന്ന് നിര നിന്ന് ഫ്രണ്ടിൽ വന്ന്, അപ്പോഴും കൊച്ചു വന്നിട്ടില്ല. 3-ാം പ്രാവശ്യവും ഞാൻ ഇതുപോലെ ബാക്കിൽ നിന്ന് ക്യൂ നിന്ന് ഫ്രണ്ടിൽ വന്ന സമയത്ത് ഇവള് 11:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. പക്ഷേ അപ്പോൾ അധികം പിള്ളേരുണ്ടായിരുന്ന കാരണം അത്രയും പിള്ളേർക്ക് ടോക്കൺ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഇനി അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് ടോക്കൺ തരാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സമയം അങ്ങ് കടന്നു പോകുന്നു, 12 മണിയൊക്കെ ആകുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പിള്ളേരായപ്പോഴത്തേക്ക് ബ്രദർമാർ ടോക്കൺ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 100 സംതിങ് ടോക്കൺ നമ്പർ കിട്ടി. അപ്പം ഞങ്ങൾ ഇവിടെ അൾത്താരെ വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ എല്ലാ പിള്ളേരെയും നിർത്തി ഇങ്ങനെ ബ്ലെസ് ചെയ്ത് വിടുന്നു. ഞങ്ങൾ കയറാനായിട്ട് അങ്ങ് ആയപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് ഇനിയൊരു കാര്യം ചെയ്യും, 1 മണി 1:30 അപ്പോൾ ഇനി നിൽക്കുന്ന കുട്ടികൾ ചോറൊക്കെ കഴിച്ചിട്ട് സമാധാനത്തിൽ വന്നാൽ മതി, എല്ലാവർക്കും അച്ഛൻ അനുഗ്രഹം തന്നേ വിടത്തുള്ളൂ.
അപ്പം ഞങ്ങൾക്ക് സമയം 1:30 ഇവൾക്ക് തിരിച്ച് ഹോസ്റ്റലിൽ പോകണം. എനിക്കും ആകെപ്പാടെ സങ്കടമായി, കാരണം അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയില്ലല്ല. എന്നാലും ഞാൻ പറഞ്ഞു ഏതായാലും മാഡത്തിന് വഴക്ക് കേൾക്കണ്ട, തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. പിന്നെ അക്കാദമിയിലോട്ട് തിരിച്ചു പോയ ശേഷം പരീക്ഷയായപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം കൊച്ചു കൊണ്ടുപോകണമെന്ന്. കൊച്ചിൻ്റെ കയ്യിൽ ഓൾറെഡി അത് ഉണ്ട് താനും. പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു പരീക്ഷ ഹാളിൽ വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കിയിട്ട് പറയണം, പരീക്ഷയുടെ കാര്യം കൊച്ചു തന്നെ പറയും. എൻ്റെ പേര് അന്ന ഹെലൻ ജോസഫ്. അമ്മ പറഞ്ഞതുപോലെ പരീക്ഷയുടെ തലേ ദിവസം ആണ് ഞാൻ കോമ്പറ്റീഷൻ കഴിഞ്ഞ് എത്തിയത്. അപ്പോഴത്തെ സീനിയർ നാഷണൽ റോവിങ് ചാമ്പ്യൻഷിപ്പ്, ഞാനൊരു റോവിങ് പ്ലെയറാണ്. അപ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഞാൻ തലേ ദിവസമാണ് പരീക്ഷയ്ക്ക് എത്തിയത്. അപ്പോൾ ഒന്നും പഠിച്ചിട്ടുമില്ല, അതിൻ്റേതായ നല്ല ടെൻഷനും ഉണ്ട്. ഇവിടെ വന്നിട്ടാണെങ്കിൽ മാതാവിൻ്റെ ഇടയ്ക്ക് അച്ഛനെയും കാണാൻ പറ്റിയില്ല. ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ചാൽ 43rd സീനിയർ നാഷണലാണ്. അപ്പോഴത്തേക്ക് റോവിങ് എന്നാണ് എൻ്റെ കോമ്പറ്റീഷൻ്റെ, തുഴച്ചിലാണ് ഈ റോവിങ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഒരുപാട് സംസ്ഥാനത്തു നിന്നുള്ള ടീമുണ്ട് എൻ്റെ കൂടെ കളിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നേരെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും എനിക്കൊരു പാർട്ട്ണറുണ്ട്. ഞാൻ ഡബിളാണ് ചെയ്യുന്നത്, 2 പേരുള്ളതാണ്. അപ്പോഴത്തേക്ക് എനിക്കൊരു പാർട്ട്ണറുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ചെയ്യുമ്പോഴാണെങ്കിലും ട്രെയിനിങ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾക്കൊന്നും കോർഡിനേഷനോ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല പരസ്പരം. ആദ്യം ഒരാഴ്ചത്തെ ട്രെയിനിങ്ങേ ഉള്ളൂ ഞങ്ങൾക്ക്, കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് നേരെ ചാമ്പ്യൻഷിപ്പിന് പോകണം. അവിടെ തന്നെ 2 ദിവസം എടുക്കും. അപ്പോഴത്തേക്ക് അതിനേക്കാളും 2 ദിവസം മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് ചെല്ലും. അപ്പോൾ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങേ ഇവിടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഒപ്പം ചേച്ചിയോട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ മുമ്പിലാണ് ചേച്ചി, ഞങ്ങൾ പുറകിലോട്ടാണ് തുഴയുന്നത്. അപ്പോഴത്തേക്ക് മുമ്പിൽ നിൽക്കുന്ന ആളുടെ കൂടെ വേണം നമ്മൾ മുന്നോട്ട് പോയി ഓരോ കോർഡിനേഷനിൽ വരാനായിട്ട്. അപ്പോഴത്തേക്ക് എത്ര ചെയ്തിട്ടാണേലും കോർഡിനേഷൻ കിട്ടുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ കോർഡിനേഷൻ കിട്ടാത്ത, ഇങ്ങനെ പോയാൽ നമുക്ക് എങ്ങനെ മെഡൽ കിട്ടും, നീ എൻ്റെ ഒപ്പം ഇടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ചേച്ചി അത് കുഴപ്പമില്ല, എങ്ങനെ വന്നാൽ ആ സമയത്ത് നമുക്ക് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഇവിടുന്ന് ഒരാഴ്ചത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പൂനെക്ക് ചെന്ന് ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ഹീറ്റ്സ് ട്രയലാണ്. നമുക്ക് ജസ്റ്റ് നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ട്രയലാണ് ഫസ്റ്റ് ദിവസം. പിന്നെ പിറ്റേ ദിവസം തൊട്ട് മത്സരം തുടങ്ങുവാണ്. അങ്ങനെ 2ാമത്തെ ദിവസം ചെന്നു, മത്സരം തുടങ്ങി. അപ്പോൾ നമുക്ക് ടീമൊക്കെ അറിഞ്ഞു. നമ്മളങ്ങനെ നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെന്നപ്പോഴാണ് എന്നുമില്ലാത്ത ഓളവും കാറ്റും. അപ്പോൾ പിന്നെ ടെൻഷനായി, കാരണം കാറ്റുണ്ട്, ഓളമുണ്ട്. ഞങ്ങൾക്ക് 2 കിലോമീറ്ററാണ് റേസ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കെന്ന് വെച്ചാൽ കാറ്റ് ഓളമുണ്ട്. അതിന് മുമ്പത്തേക്കാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ എപ്പോഴും മത്സരത്തിനായാലും പരീക്ഷക്കായാലും ട്രെയിനിങ്ങിന് പോയാലും ഞാൻ എപ്പോഴും മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. മാതാവിൻ്റെ ഉപ്പും എണ്ണയും ഞാൻ കഴിച്ചു. പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ട്ണറിനും മാതാവിൻ്റെ ഉപ്പും തൈലവും പൂശുകയും ഞങ്ങളുടെ ബോട്ടിലും അത് കണക്ക് തന്നെ ഉപ്പും തൈലവും എല്ലാം ഇട്ട് ഞങ്ങൾ നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെന്നതും നേരെ അപ്പോൾ നല്ല ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെള്ളമെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് വെള്ളം കൊണ്ട് പെട്ടെന്ന് കാറ്റ് പിടിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, ദൈവമേ കാറ്റ് പിടിക്കുന്നുണ്ട്, കാറ്റ് പിടിക്കരുത്, കാരണം കാറ്റ് പിടിച്ച് ഞങ്ങൾ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ടേ വലിക്കത്തുള്ളൂ. അങ്ങനെ നേരെ എന്ത് ചെയ്തു, സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെന്ന്. അപ്പം എൻ്റെ ഒരു വിശ്വാസമുണ്ട്, മാതാവിൻ്റെ തൈലവും ഉപ്പും ഞാൻ എടുത്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, മാതാവ് ഉണ്ട് എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റാർട്ട് അടിച്ചതും എന്തറിയില്ല, ഫസ്റ്റത്തെ അടിയിൽ തന്നെ അടിച്ച് കയറ്റി വെച്ചു. പിന്നെ നേരെ 2 കിലോമീറ്റർ നല്ല ലീഡിട്ട് തന്നെ ഞങ്ങൾക്ക് അടിച്ച് ഗോൾഡ് മെഡൽ തന്നെ അമ്മ മാതാവ് തന്ന് എനിക്ക് അനുഗ്രഹിച്ചു. ഇതാണ് എനിക്ക് കിട്ടിയ അമ്മ മാതാവ് അനുഗ്രഹിച്ചു തന്ന എൻ്റെ ഗോൾഡ് മെഡലാണിത്. അതുപോലെ തന്നെ വേറൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇത് കണക്ക് തന്നെ മഹാരാഷ്ട്രയിൽ വെച്ച് നടന്നിരുന്ന മത്സരമായിരുന്നത്. അതിലാണ് ഭയങ്കര ടൈറ്റാണ്, കാരണം ഞങ്ങളുടെ കൂടെ ഒപ്പം കളിക്കേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കുന്നവരാണ്. അപ്പോഴത്തേക്ക് അവരുടെ ലെവലെന്ന് വെച്ചാൽ നമുക്കറിയില്ല, നമ്മൾ അതിൽ ഇച്ചിരൂടെ താഴെയുള്ളവരാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, കാരണം ഒന്നാമത് ഞാൻ ഭയങ്കര ടെൻഷനുള്ള ഒരു വ്യക്തിയാണ്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൂടെയുള്ള ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കറിയില്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മത്സര സമയത്ത് തന്നെ ഇത് കണക്ക് നേരെ റേസ് ഇറങ്ങുന്നതിന് മുമ്പ് മാതാവിൻ്റെ തൈലവും മാതാവിൻ്റെ ഉപ്പും ചേച്ചിക്കും പൂശി കൊടുത്തു. പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർ ഇതുപോലെ തന്നെ എന്നെ കണ്ടിട്ട് അവർക്കും വിശ്വാസം വന്നിട്ടുണ്ട്. അവരെൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, എടി എനിക്കും കൂടെ കുറച്ച് ഉപ്പും മാതാവിൻ്റെ തൈലവും പൂശിത്താ. അങ്ങനെ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും, എൻ്റെ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും പൂശി കൊടുത്തു. അതേ കണക്ക് തന്നെ ഞാനും ആ മത്സരത്തിന് ഇതുപോലെ തന്നെ ബോട്ടിലും മാതാവിൻ്റെ തൈലവും ഉപ്പും ഇട്ട് എൻ്റെ പാർട്ട്ണറിനും അത് കണക്ക് തന്നെ കൊടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ മാതാവ് 2 ഒരു സിൽവറും അങ്ങനെ ഒരു ഗോൾഡ് മെഡലും തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. ആ സിൽവർ മെഡൽ എന്ന് വെച്ചാൽ അത് കിട്ടില്ല, കാരണം ഞങ്ങളിങ്ങനെ 3ാമത് കിടക്കുന്ന സമയമാണ്. കാരണം 2 കിലോമീറ്റർ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ചടിച്ച് 3ാമത് എടുക്കുക. ലാസ്റ്റത്തെ 250 മീറ്ററിനും ഞാനല്ല കേട്ടോ, എൻ്റെ കൂടെ നിന്ന
കൃപാസന മാതാവേ, ആ സിൽവർ മെഡൽ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച് വന്നത് ഇവിടം വരെ, ആ മെഡൽ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിന്ന് ചേച്ചി അമ്മയടിക്കെ കരഞ്ഞു പറഞ്ഞു. ഇങ്ങനെ ആ റേസ് അടിക്കുമ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, മാതാവ് ഞങ്ങൾക്ക് സിൽവർ വേണം, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, ഞങ്ങൾ ആഗ്രഹിച്ച മെഡൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ആ അവസാനത്തെ 250 മീറ്റർ ചേച്ചി പറഞ്ഞു, മാതാവേ ഞങ്ങൾക്ക് സിൽവർ മതി. അങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ ചേച്ചി വിളിച്ച് പറഞ്ഞു, മാതാവേ കൃപാസനം മാതാവേ എന്ന് വിളിച്ച് പറഞ്ഞത് നല്ലടിയോടെ ഞങ്ങൾക്ക് ആ സിൽവർ മെഡൽ തന്നെ അമ്മ വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. പിന്നുള്ളതെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ തീരെ പഠിക്കില്ല, ഞാൻ പഠിത്തത്തിന് ഭയങ്കര പുറകോട്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ +2 എക്സാമിൻ്റെ സമയത്താണെങ്കിൽ ഞാൻ അങ്ങനെ കുറേ ക്ലാസ്സൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നാമത് എനിക്ക് മെമ്മറി കുറച്ച് ഞാൻ ഓർക്കത്തില്ല, പിന്നെ കുറേ ക്ലാസ്സും മിസ്സായിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് ഞാൻ പഠിക്കാൻ ഇച്ചിരി കൂടെ പുറകോട്ടാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ അക്കൗണ്ടൻസി പരീക്ഷ കണക്കാണ്, എനിക്ക് തീരെ അറിയില്ല. ഞാനപ്പോൾ ഞാനായിട്ട് പറഞ്ഞ്, അമ്മ അക്കൗണ്ടൻസി പരീക്ഷ എനിക്ക് തീരെ അറിയില്ല, അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞ് നേരെ എക്സാമിന് പോയി. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടാണ് ഒരു രക്ഷയില്ല. കാരണം അറിയില്ല, ഒന്നും അറിയില്ല, എന്തോ ഒന്നും പഠിച്ചിട്ടില്ല, കണക്ക് ചെയ്യാൻ ഒന്നും അറിയില്ല. ടീച്ചർ വരെ പറഞ്ഞു കേട്ടോ, ഞാൻ തോൽക്കും, നീ +2 തോക്കുമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു നീ പേടിക്കണ്ട, മാതാവിൻ്റെ ഉപ്പും തൈലും നീ പൂശിക്കൊണ്ട് പോയല്ലേ, നീ എന്തിനു പേടിക്കണം, മാതാവ് പരീക്ഷ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞാൻ ചെന്ന് എക്സാം എഴുതി തീർന്ന്. എക്സാം എഴുതിയിട്ട് കോൺഫിഡൻസ് ഇല്ല, തോറ്റെന്ന് തന്നെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞമ്മ തോറ്റമ്മ വിട്ടേക്ക്, നമുക്ക് പിന്നെ സേവ് എഴുതാന്ന് പറഞ്ഞ് തന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ടെൻഷനായി, ദൈവമേ തോറ്റു പോകുക, അതിന് അടുത്ത ഡിഗ്രിക്ക് കയറണം, കാരണം ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡിഗ്രി +2 ജയിച്ചാലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നേരെ വീട്ടിൽ വന്നപ്പോൾ അപ്പം അമ്മ പറഞ്ഞ്, പേടിക്കണ്ട, കുഴപ്പമില്ല, മാതാവിൻ്റെ ഇതെല്ലാം ചെയ്തല്ലേ, അതുകൊണ്ട് പേടിക്കണ്ട, ടെൻഷൻ ഉണ്ടാകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ +2ൻ്റെ റിസൾട്ട് വന്നതും തോറ്റെന്ന് വന്ന് എഴുതിയ പരീക്ഷയ്ക്കാണ് C+ കിട്ടിയത്. ജയിക്കുമെന്ന് പറഞ്ഞ പരീക്ഷയ്ക്കും കിട്ടിയില്ല, പക്ഷേ തോക്കുമെന്ന് പറഞ്ഞ പരീക്ഷക്കാണ് എൻ്റെ രീതിയിൽ പറഞ്ഞാൽ നല്ല മാർക്കോടെ എനിക്ക് പാസ്സാകാൻ പറ്റിയത്. അത് അമ്മ മാതാവും ഈശോയും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ ഇങ്ങനെ നിൽക്കാനും അമ്മ മാതാവിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റിയതും എല്ലാം അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കൂടെ ഉള്ളത് കൊണ്ടാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടുന്ന് കൃത്യമായിട്ട് പത്രം കൊണ്ടുപോയി എല്ലാ മാസവും വരും, എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലായിടത്തും കൊടുക്കും. ചില പള്ളികൾ ദൂരെ പോയി പള്ളികളിലും കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം കൊച്ചിനൊരു ആദരവുണ്ടായിരുന്നു. ആദരവിന് ഹസ്ബൻഡ് ചെന്നപ്പോഴത്തേക്ക് ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ കണ്ടു. അപ്പോൾ ഇവളുടെ അത്രയും പ്രായം തോന്നിക്കുമെന്ന് പറഞ്ഞ്, അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യം എന്തെങ്കിലും കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മോൾക്ക് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോയാൽ നമുക്കറിയത്തില്ല അവർക്ക് കൊടുക്കുന്ന എന്തുവാന്ന്. അപ്പോൾ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ 3 ജോഡി ഡ്രസ്സും ഇന്നറും ഒക്കെ ആയിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി ആ മോളുടെ അടുത്ത് ചെന്നപ്പോഴുണ്ട് 17 വയസ്സായെന്ന് പറഞ്ഞു, പക്ഷേ മുട്ടിലെഴഞ്ഞ് നടക്കുക. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്നെ ഇങ്ങ് വല്ലാണ്ട് രൂക്ഷമായിട്ട് നോക്കിയാണ്, എന്നെ പരിചയമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ കാണാൻ വേണ്ടി ആൻറ്റി വന്നേന്ന് പറഞ്ഞ്. അപ്പോൾ അകത്തോട്ട് കയറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മോൾക്ക് സമ്മാനമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്തോ പിടികിട്ടി, പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് നേരങ്ങി അങ്ങ് അകത്തോട്ട് കയറി, പിന്നാലെ ഞാനും കയറി. അപ്പോൾ ചെന്നപ്പോൾ തന്നെ സമ്മാനം എന്ന് പറഞ്ഞ കാരണം അത് തുറന്നു നോക്കാനുള്ളൊരു ആഗ്രഹം കാണിച്ചു. അപ്പോൾ തുറന്ന് നോക്കി, അപ്പോൾ ഉടുപ്പാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, എനിക്കാണോ വാങ്ങിച്ചത്? ഞാൻ പറഞ്ഞു, മോക്കാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇപ്പം തന്നെ ഇട്ടോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ അതങ്ങ് ഉടുപ്പിട്ടപ്പോൾ അതിൽ സന്തോഷം നമുക്ക് സന്തോഷം കാണാമായിരുന്നു. കാര്യം അവരുടെ സന്തോഷം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തനം ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുവത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കൃത്യമായിട്ട് ഉടമ്പടികൾ പാലിക്കാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ കൂടാറുണ്ട്, കൊന്ത ചൊല്ലാറുണ്ട്, കൃത്യമായിട്ട് ബൈബിൾ വായിക്കാറുണ്ട്, ദിവസവും പള്ളിയിൽ പോകാറുണ്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന മുടക്കത്തില്ല, അത് കൃത്യമായിട്ട് ഞങ്ങൾ 7:30 ആകുമ്പോഴത്തേക്ക് ജപമാല ചൊല്ലും. അത് എല്ലാവരും കൂടി, കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ഇരുന്നാണ് ജപമാല ചൊല്ലുന്നത്. ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ സമയമാകുമ്പോൾ എനിക്ക് സമയമില്ലെങ്കിൽ കൂടി എന്നോട് ചോദിക്കും, മാതാവിൻ്റെ തൈല വിട്ടതാ, മാതാവിൻ്റെ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പോകാറുള്ളത്. നാവിൽ ഉപ്പും ഇട്ടിട്ടാണ് അവർ പോകാറുള്ളത്. മോള് ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ കൊച്ച് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പേരും ഉടമ്പടിയിലാണ്. ഞാനിപ്പോൾ 8 പുതുക്കി നിൽക്കുവാണ്. എനിക്ക് ഇപ്പോൾ ഈ മാസം തീരാറാകുമ്പോഴാണ് 9ാമത്തെ പുതുക്കേണ്ടത്. കൃത്യമായിട്ട് വന്ന് ഞാൻ പുതുക്കാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും, ഞങ്ങൾ ഇവിടം വരെ എത്തിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു കോടാനുകൂടി നന്ദി. ഇനി എൻ്റെ ജീവിതം വരെ ഞങ്ങളെപ്പോഴും ഉടമ്പടിയിലായിരിക്കും. കാരണം ഉടമ്പടി ഒരു ദിവസം പോലും ഉടമ്പടി തീരുന്ന ദിവസം 91ാമത്തെ ദിവസം വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്ന ആളാണ്. കഴിഞ്ഞ മാസമാണ് ഇവിടെ തിരി വായിക്കാൻ വന്നപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞ ഉടമ്പടി കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു.
അപ്പോഴാണ് ഞാൻ അറിയുന്നത് 2 ദിവസം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ വന്നത്. കൃത്യമായിട്ട് ഞാൻ 91-ാമത്തെ ദിവസം അല്ലെങ്കിൽ 92-ാമത്തെ ദിവസം ഞാൻ കൃത്യമായിട്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കും. എന്നും എപ്പോഴും ഞാൻ ഉടമ്പടിയിലായിരിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പ്രത്യക്ഷണം വഴി എന്നെ ഉയർത്തിയതിന് കൃപാസനം മാതാവിനും തിരുക്കുമാരനും കോടാടുകളെ നന്ദി. എൻ്റെ ഒരു ജോർജ, ഞാനൊരു ഡോക്ടറാണ്. ഞാൻ വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. അമ്മ വഴിയാണ് ഉടമ്പടിയെ പറ്റി എനിക്ക് അറിയുന്നത്. ആദ്യം ഉടമ്പടി എടുക്കുന്നത് 2019 മാർച്ചിലാണ്. ആ സമയം ഞാൻ MBBS ഫൈനൽ ഇയർ പരീക്ഷ എഴുതുന്ന സമയമായിരുന്നു. അപ്പോൾ ആദ്യത്തെ നിയോഗമായിട്ട് തന്നെ ഫൈനൽ ഇയർ പരീക്ഷ പാസ്സാവണം എന്നായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കൃപാസന മാതാവ് വഴി അത് തുടക്കം തന്നെ എനിക്കത് സാധിച്ചു തന്നു കിട്ടി. അത് പ്രാർത്ഥിച്ച് നമ്മൾ മെഡിസിനിൽ എനിക്ക് കുറഞ്ഞ മാർക്കായിരുന്നു മിക്ക സമയത്ത്. അപ്പോൾ അത് പക്ഷേ ഫൈനൽ വരെ പരീക്ഷയ്ക്ക് എനിക്ക് അത് പാസ്സാകാൻ സാധിച്ചു. അമ്മയ്ക്ക് അതായത് കോടാനുകൂടി നന്ദി. പിന്നീട് നമ്മൾ അമലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് UK പോകാനുള്ള തീരുമാനം എടുക്കുന്നത്. 2022 ആണ് അതിൻ്റെ പരീക്ഷകളൊക്കെ എഴുതാൻ തുടങ്ങിയത്. ഈ സമയങ്ങളൊക്കെ എല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു. മൊത്തത്തിലൊരു 12-13 പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട്. പ്രാർത്ഥനകളും കുർബാനയും കുമ്പസാരവും ജപമാലയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാവരും അതോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. IELTS ഈ UK ലൈസൻസിങ് പരീക്ഷ എന്ന് പറഞ്ഞ PLAB 1 PLAB 2 എല്ലാം എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹം വഴി എനിക്ക് കിട്ടി. ഇതെല്ലാം പരീക്ഷയ്ക്ക് ഞാൻ പോകുന്നത് തൈലം പരട്ടിയിട്ടും പോക്കറ്റിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഉപ്പ് നമ്മൾ എക്സാം എഴുതുന്ന സ്ഥലത്തിൻ്റെ ചുറ്റും വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ദൈവാനുഗ്രഹിച്ച് കൃപാസന മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് കിട്ടി. പിന്നീട് നമ്മൾ ജോലി തപ്പണ സമയത്ത് UK ഓൺലൈൻ ഇൻ്റർവ്യൂ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂ കിട്ടിയതൊരു സർജിക്കൽ ജോബായിട്ടാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ഡോക്ടറായിട്ട് പോകുമ്പോൾ അവിടെ സർജിക്കൽ ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്ക സമയത്ത് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി കിട്ടാറ് ഡോക്ടർമാർക്ക്. ഞാൻ സർജറിയിൽ ജോലി ചെയ്യണമുണ്ട്, എനിക്ക് സർജിക്കൽ ജോബ് തന്നെ വേണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു സർജിക്കൽ ഇൻ്റർവ്യൂ കിട്ടി. അത് ഞാൻ ഈ എക്സാമിന് ഒരുങ്ങണ പോലെ തൈലം പുരട്ടി എന്തെങ്കിലും കൊണ്ടുപോയി ഉപ്പും വെച്ചിട്ട് ലാപ്ടോപ്പിന് മുമ്പിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ദൈവാനുഗ്രഹിച്ച് കിട്ടി. അത് കഴിഞ്ഞിട്ട് UK ജോലി ആരംഭിച്ചു. പിന്നീട് അടുത്ത പരീക്ഷ, നമ്മുടെ ജീവിതം പരീക്ഷകൾ മാത്രമായതുകൊണ്ട് അടുത്ത പരീക്ഷ MRCS എന്നൊരു പരീക്ഷയായിരുന്നു. അത് മെമ്പർ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ഈ ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കൺസൾട്ടൻറ്റ് ലെവൽ പോസ്റ്റിലൊക്കെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ MRCS പരീക്ഷേൻ്റെ പ്രിപ്പറേഷനായിട്ട് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉണ്ട്. ആ ഫസ്റ്റ് പാർട്ട് ഞാൻ ആദ്യത്തെ 2 തവണ എഴുതി അത് പൊട്ടി. അപ്പോൾ ആ സമയം എനിക്ക് പണ്ടത്തെ ആ തീക്ഷ്ണത ഇല്ലായിരുന്നു, കുറച്ച് കുറവായിരുന്നു. പ്രാർത്ഥനകളും പിന്നെ ഇടയ്ക്കച്ച് മുടങ്ങിപ്പോവാറുണ്ട് ധ്യാനത്തിൻ്റെ ഇത്. പിന്നീട് അത് മനസ്സിലാക്കി ഞാനത് പിന്നെയും കുറച്ചും കൂടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3ാമത്തെ അറ്റംപ്റ്റിന് മുന്നേ. 3ാമത്തെ അറ്റംപ്റ്റിൽ പഠിത്തം കൂടുതൽ എനിക്ക് പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അത് പാസ്സാവില്ലോ എന്ന്. പക്ഷേ 3ാമത്തെ അറ്റംപ്റ്റ് അത്ഭുതമാകട്ടെ അത് പാസ്സായി. അത് കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. അങ്ങനെ എൻ്റെ പഠിത്തം കേട്ടിട്ട് ആരും വിചാരിച്ചില്ല അത് പാസ്സാകുന്നു. കാരണം 2 ആഴ്ച എന്തൊക്കെയോ നോക്കിയുള്ളൂ, കൂടുതൽ പ്രാർത്ഥന ഞാൻ ചെയ്തത്. അപ്പോൾ അതും നന്നായി പ്രാർത്ഥിച്ച് ബന്ധിങ്ങം കൊണ്ടുപോയി എണ്ണയും തേച്ച് വിശ്വാസം പ്രമാണം ചൊല്ലി തൈലം പുരട്ടിക്കാണ് നമ്മൾ എക്സാമിനൊക്കെ പോയത്. അപ്പോൾ പാസ്സായി. പിന്നെ അടുത്ത പാർട്ട് B ഉണ്ട്. ഈ അതേ പരീക്ഷേൻ്റെ പാർട്ട് B ഉണ്ട്. അതാണ് ആൾക്കാർ പൊട്ടാറ്. അത് ഭയങ്കര പ്രാക്ടിക്കൽ പരീക്ഷ ഭയങ്കര പാടാണ്. 50% പാസ് മാർക്കുള്ളൂ. അത് ഇതുപോലെ സെയിം ഫോർമുല ഉപയോഗിച്ചു. ഫസ്റ്റ് പാർട്ടിൻ്റെ നമ്മൾ പഴയ തീക്ഷ്ണത തന്നെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ പ്രാർത്ഥന പഠിത്തം കാണും കൂടുതൽ. അത് എനിക്ക് ഫസ്റ്റ് അവസരത്തിൽ തന്നെ പാസ്സായി പാർട്ട് B. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾക്കും ജീവിതത്തിൽ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിന് കോടാകോടി നന്ദികൾ. പ്രേക്ഷിത പ്രവർത്തനം വഴി ഞാൻ പത്രം എപ്പോഴും
നാട്ടിൽ വരുമ്പോൾ കൊടുക്കാറുണ്ട്. അത് KSRTC സ്റ്റാൻഡിൽ പോയിട്ട് KSRTC പാർക്ക് ചെയ്ത ബസ്സിൻ്റെ ഉള്ളിൽ പോയി കൊടുക്കും, പിന്നെ വഴിക്ക് വെച്ച് കൊടുക്കും, പിന്നെ റെയിൽവേ സ്റ്റേഷനും പോയി കൊടുക്കും. ഇടയ്ക്ക് വെച്ച ആൾക്കാർ ഇങ്ങനെ വേണ്ടാന്നൊക്കെ പറയും, ചിലപ്പോൾ ചിലർ കളിയാക്കും, പക്ഷെ എന്നാലും കൊടുക്കും. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ കാശായിട്ടാണ് മെയിനായിട്ട് സഹായിക്കാറ് ആൾക്കാരെ. അത് ഈ വീട് ജപ്തിയായിരിക്കുന്ന ആൾക്കാരുടെയും, പിന്നെ ഈ ഹോസ്പിറ്റലിൽ ബിൽസ് വരുന്ന ആൾക്കാർക്കും, പിന്നെ ഈ കല്യാണം ചിലവ് ആയി കാശാവശ്യമുള്ളവർക്ക്, എക്സാം എഴുതാനുള്ള ഫീസിൻ്റെ കാശാവശ്യമുള്ളവർക്ക് എല്ലാവർക്കും കാശായിട്ട് അങ്ങ് കൊടുക്കും, സഹായിക്കും. ചോദിക്കുമ്പോൾ തന്നെ അങ്ങ് കൊടുക്കും. പിന്നെ ഡോക്ടറായതുകൊണ്ട്, ജോലി ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് നിൽക്കാറുണ്ട്. അവിടെ നമ്മൾ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് അപ്പം തന്നെ പോകാൻ പറ്റും. ആരെയും സഹായിക്കേണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല, ആരൊന്നും പറയില്ല. പക്ഷേ ഞാൻ പൊതുവെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ചിലപ്പോൾ എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാലും നിൽക്കാറുണ്ട്. അതിന് വേറെ കാശൊന്നും ഞാൻ ചോദിക്കാറില്ല, അത് നിന്ന് സഹായിക്കും. അപ്പോൾ അങ്ങനത്തെയാണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറ് ഞാൻ. പിന്നെ എപ്പോഴും കുർബാനയ്ക്ക് ഞാൻ പെട്ടെന്ന് പോലെ പോകാറുണ്ട്. അവിടെ ചില സമയത്തൊക്കെ ഡ്യൂട്ടി കാരണം നമുക്ക് പോകാൻ പറ്റില്ല. അവിടുത്തെ കുർബാന സമയങ്ങൾ 10 മണിക്കൊക്കെ ആയിരിക്കും രാവിലെ, അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടാകും. പക്ഷേ പറ്റുന്ന സമയം എപ്പോഴും പോകാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ആദ്യം ജോലി ചെയ്ത സ്ഥലത്ത് ഒരു അച്ഛന് പരിചയം ഉണ്ടായിരുന്നു. അച്ഛന് പരിചയമുള്ള സമയത്ത് നേരത്തെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛൻ ചെല്ലുന്ന പ്രൈവറ്റ് കുർബാനയിൽ ഞാൻ പങ്കിടാറുണ്ട്. പിന്നെ ഡെയിലി കൊന്തയുണ്ട്, ഡെയിലി ബ്രെഡും കാണാറുണ്ട് ഇപ്പോൾ എപ്പോഴും. പിന്നെ ആഴ്ചയിലെ ചൊവ്വാഴ്ചയിൽ ധ്യാനവും കൂടാറുണ്ട്. ബൈബിൾ വായനയും എല്ലാ മണിക്കൂർ ഇപ്പോൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അനുഗ്രഹങ്ങൾക്കും ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്കും തിരുക്കോപരണം കൃപാസന മാതാവിന് കോടാകണക്കിന് നന്ദി. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയായിട്ട് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വചനങ്ങളാണ്. മനുഷ്യശക്തി ഒരുപക്ഷെ പരിമിതമാവാം. യുവാക്കളെ ശക്തരായവർ പോലും ജീവിത പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ തളർന്നു പോകാം. എന്നാൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുന്നവർക്ക് പുതിയൊരു ശക്തിയും ധൈര്യവുമാണ് ഈശോയും അമ്മയും കൊടുക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കഴുകന്മാരെ പോലെ പറന്നുയരാൻ, ആത്മീയതയിൽ വളരുവാനും, ദൈവാനുഗ്രഹത്തിൽ ഒരു പുതിയ ജീവിതം നയിക്കുവാനും അവർക്ക് സാധിക്കുന്നു. ക്ഷീണത്തിലും നിരാശയിലും പ്രതിസന്ധികളിലും രോഗങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലുമൊക്കെ തളരാതെ, മനുഷ്യശക്തി തളരുമ്പോൾ ദൈവശക്തിയിൽ ഉയർന്നു നിൽക്കുവാൻ അവർക്ക് സാധിക്കുമെന്നാണ് നമുക്ക് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ ജോർജ് തരകൻ എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിലും ആദ്യമായിട്ട് അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ കൃപാസന മരിയൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം അമ്മ തന്നെയാണ് ആ വിശ്വാസം കൈമാറിയത്. മകൻ MBBS ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ കൃപാസനം ഉടമ്പടി എടുക്കുകയും പിന്നീട് ആ ഉടമ്പടി ജീവിതം തന്നെയാണ് മുന്നോട്ട് നയിച്ചത്. 12 പ്രാവശ്യം പുതുക്കി ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഡോക്ടർ ജോർജ് തരകൻ ഇന്ന് വന്നിരിക്കുകയാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുവാനായിട്ട്. MBBS കംപ്ലീറ്റ് ആവാനായിട്ട് പാസ്സാകാൻ സാധിച്ചു. അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉടമ്പടിയിലാണ്. ഉടമ്പടി ജീവിതം വളരെ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുകയാണ്. IELTS എക്സാമും പ്ലാബ് എക്സാമും എല്ലാം 1st and 2 എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം പാസ്സാകാൻ സാധിച്ചു. അവിടെയെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പുമായിട്ടാണ് ഡോക്ടർ എല്ലാ കാര്യത്തിനും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡോക്ടറിനെല്ലാം പാസ്സാകാൻ സാധിച്ചത്. പിന്നീട് ജോബ് തന്നെയാണേലും പഠിത്ത MBBS കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ UK ഒരു ജോലി ലഭിക്കുക അത്ര എളുപ്പമല്ല. സർജിക്കൽ ജോബാണ് അത്. വളരെ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ് ജോബ് ദെയർ. പക്ഷെ അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ് അന്നും ഉടമ്പടിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പേപ്പേഴ്സും IELTS എക്സാം, പ്ലാബ് എക്സാമും ജോലിയുടെ ഇൻ്റർവ്യൂവും എല്ലാം എവിടെ പോയാലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടിയുടെ ആ ലോക്കറ്റ് അമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് കാശുരൂപവും ഉടമ്പടി തൈലവും തേച്ച്
വിശ്വാസ പ്രമാണിച്ചാൽ പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഫലമായിട്ടാണ് അവിടെ എല്ലായിടത്തും സക്സസ്, വിജയമാണ് കാണുവാൻ സാധിക്കുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഈ ഡോക്ടർ ജോർജിൻ്റെ ലൈഫിൽ. പിന്നീടുണ്ടായിരുന്നത് ഒരിച്ചിരി സ്ലോ ആയി, തീഷ്ണത അല്പം കുറയുകയും, പിന്നീടുണ്ടായിരുന്ന ഒരു MRCS എക്സാമാണ്, അതായത് മെമ്പർ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസിൽ, അത് UK ആ പേപ്പർ പാസ്സാവണം, സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ പാർട്ട് A പാർട്ട് B ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, പഴയ തീഷ്ണതയിൽ നിന്ന് ഇച്ചിരി വ്യതിചലിച്ചു. അങ്ങനെ പാർട്ട് 1 എക്സാം, അതായത് തിയറി എക്സാം 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് 3-ാമത്തെ പ്രാവശ്യമാണ് അത് ക്ലിയർ ആവാൻ സാധിച്ചത്. പക്ഷേങ്കിൽ പാർട്ട് B പ്രാക്ടിക്കൽ എക്സാം അത് ഭയങ്കര ലിറ്റിൽ ഡിഫിക്കൽട്ടാണ്. പക്ഷേങ്കിൽ അത് പെട്ടെന്ന് കവറപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം 3rd അറ്റംപ്റ്റിൽ, ഫസ്റ്റ് അറ്റംപ്റ്റ് പാർട്ട് Aയിൽ തിയറി എക്സാമിൽ 3-ാമത്തെ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ പഴയ തീഷ്ണതയിലേക്ക് തിരിച്ചു വരികയാണ്. ഡോക്ടറിന് തന്നെ ഒരു എന്താ പറഞ്ഞ ഒരു കോൺഷ്യസായി, അതായത് ഐ നീഡ് ടു റിട്ടേൺ ബാക്ക് ടു മൈ സ്പിരിച്വൽ ലൈഫ്. അങ്ങനെ അത് തന്നെ പുതുക്കി ഒരു തീഷ്ണതയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ 2 അറ്റംപ്റ്റിന് ശേഷം ബാക്കിയുള്ള എല്ലാ എക്സാമും, അതായത് തിയറിയുടെ 3rd അറ്റംപ്റ്റും പിന്നെ പ്രാക്ടിക്കൽ വെരി ഡിഫിക്കൽട്ടാണ്, അതുമെല്ലാം ക്ലിയർ ആക്കാൻ സാധിച്ചു. ഇവിടെയെല്ലാം ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മെമ്പേഴ്സ് ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ആ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടറിൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ MBBS ഫൈനൽ എക്സാം ആയപ്പോൾ തന്നെ അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നീ ഉടമ്പടി എടുക്കുക. സാധാരണ പല കുട്ടികളും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പഠനത്തിൻ്റെ കൂടെ അമ്മമാർ പറയും, എൻ്റെ കുട്ടിക്ക് സമയമില്ല, MBBSും പഠനവും കൂടി ഈ ഉടമ്പടിയും കൂടെ നടത്തുവാൻ സാധിക്കില്ല എന്ന്. പക്ഷെങ്കിൽ ഇവിടെ MBBSും ഉടമ്പടിയും കൂടെ മുന്നോട്ട് നയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ എക്സാമുകളെല്ലാം, അതായത് IELTSും പ്ലാബ് എക്സാമും MRC എക്സാമും എല്ലാം പടിപടിയായിട്ട് ജോലി സഹിതം എല്ലാം ഈശോയും അമ്മയും കൂടെ ഏറ്റെടുക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണാൻ സാധിക്കുന്നത്. ആ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും എവിടെ പോയാലും അവരുടെ ജീവിതത്തിൽ ചിറകടിച്ച് പറക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനം. ബീങ് എ ഡോക്ടർ, ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ പേപ്പർ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വളരെ ഒത്തിരി പേരും അത് ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷെങ്കിൽ ഈ ഡോക്ടർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൃപാസനം പത്രം കൊടുക്കുകയും കാരുണ്യ പ്രവർത്തികളായിട്ട് ജപ്തിയായിട്ടുള്ള വീടുകാരെ സഹായിക്കുകയും ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതൊക്കെ ഒരു വലിയ കാരുണ്യ പ്രവൃത്തിയാണ്. സച്ച് എ യങ് ഏജിൽ ആത്മീയമായിട്ട് വളരുവാൻ സാധിക്കുക എന്ന് പറയും. ഈശോടമ്പടി ചേർന്ന് നിന്ന് 12 പ്രാവശ്യം പുതുക്കി ഉടമ്പടിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മകനാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ കൂടുതൽ, കാരണം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് UK അവിടെ കുർബാനയില്ലാന്ന്. പക്ഷേ ഈ സഹോദരന് ഒരു പ്രീസ്റ്റിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും ആ പ്രീസ്റ്റിൻ്റെ കൂടെ പ്രൈവറ്റ് കുർബാനയിൽ പങ്കെടുക്കാൻ ചെയ്യുകയൊക്കെ പറഞ്ഞാൽ ഒരാത്മീയതയിലുള്ള ഒരു നല്ലൊരു വളർച്ചയാണ്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെയും അമ്മയുടെയും ആ സാന്നിധ്യവും ജീവിതത്തിലുണ്ടാകുന്ന, കാരണം എന്ന് വെച്ചാൽ ഉടമ്പടി തീഷ്ണതയോടെ ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈശോയുടെ അമ്മയുടെ അടുക്കുവാനും ആ തീഷ്ണതയിൽ ജീവിക്കുവാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടറുടെ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും എവിടെ പോയാലും എന്തിനു പോയാലും എല്ലായിടത്തും ഈശോയും അമ്മയുടെയും കൂടെയാണ് കൊണ്ടുപോകുന്നത്. ആ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉറപ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാം കേട്ട വചനത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തളരാതെ ക്ഷീണിക്കാതെ ശക്തിയോടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാനും ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ആ തളരാത്ത ദൈവത്തിൻ്റെ ആ സാന്നിധ്യമാണ് ഡോക്ടറിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും ഓർക്കാം, മനുഷ്യശക്തി തളരുമ്പോൾ ദൈവശക്തി നമ്മെ ഉയർത്തുമെന്നും കൃപാസനം അമ്മയുടെ കൂടെ സന്തോഷത്തോടെ ഉടമ്പടി ആത്മാർത്ഥമായി ജീവിക്കുമ്പോൾ നമ്മളും ഓടിയാലും ക്ഷീണിക്കാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഡോക്ടർ ജോർജിനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച്. എൻ്റെ പേര് അലീന വിൽസൺ, ഇതെൻ്റെ ഫ്രണ്ട് അനു ജെറി. ഞങ്ങൾ പള്ളിപ്പുറം അഞ്ഞുമാത ബസിലിക്കയിൽ നിന്നാണ് വരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി യേശുനാമത്തിൽ ഉയർത്തിയതിന് അമ്മമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ BSc നഴ്സിംഗ് പഠനകാലത്ത് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്.
ഞാനിത് 2ാം തവണയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. സെക്കൻഡ് ഇയറിലെയും ഫസ്റ്റ് ഇയറിലും കിട്ടിയ അനുഭവങ്ങൾ ഞാൻ അന്ന് ഇവിടെ പറഞ്ഞിരുന്നു. 2025 മെയ് 26-നാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ തേർഡ് ഇയറിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് സീനിയേഴ്സും മാംസും എല്ലാവരും പറയുമായിരുന്നു ഡിസ്റ്റിങ്ഷൻ മേടിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള വർഷമാണ് തേർഡ് ഇയറിന്. പക്ഷെ അപ്പം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഡിസ്റ്റിങ്ഷൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ എന്ന്. പക്ഷേ ഏറ്റവും ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ മാത്രമുള്ള മെറിറ്റൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ റൂമിലുണ്ടായ കൃപാസന മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ ഞാൻ എഴുതി വെച്ചു, മാതാവേ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ അമ്മയുടെ ഹിതം പോലെ എനിക്കത് നടത്തി തന്നാൽ മതിയെന്ന് ഞാൻ അമ്മേനോട് എഴുതി പ്രാർത്ഥിച്ചു. അതേപോലെ ഓൺലൈൻ ഉടമ്പടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം ടൈമായി, ഡേറ്റൊക്കെ വന്നു എന്നാണ് എക്സാമിന്. പക്ഷേ എനിക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ തുടങ്ങണമെന്നൊന്നും ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും പറഞ്ഞ് എന്നെ പഠിപ്പിക്കണം, എന്നിട്ട് ഞാനത് ഉറക്കെ വായിച്ച് പഠിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതെൻ്റെ അമ്മ മാതാവിന് നേരത്തെ അറിയാവുന്നത് കാരണം എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് മലയാളത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തക്ക വിധം മാതാവ് എന്നെ അത്രത്തോളം ഉയർത്തി. അവരെന്ത് ഡൗട്ട് ചോദിച്ചാലും അതെനിക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ തക്ക വിധം എന്നെ മാതാവ് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഈ തേർഡ് ഇയറിലെ എക്സാം സമയത്ത് എനിക്ക് ഒത്തിരിയേറെ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തന്ന ഉടമ്പടി മെഴുകുതിരിയിൽ ഈശോയുടെ തിരുഹൃദയം കണ്ടിട്ടുണ്ട്. അതേപോലെ മുല്ലപ്പൂ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ തേർഡ് ഇയറിലെ എക്സാം റിസൾട്ട് വന്നു. ഞാൻ അമ്മ മാതാവിനോട് എന്താണോ പറഞ്ഞ് പ്രാർത്ഥിച്ചത് അതേപോലെ തന്നെ എനിക്ക് എൻ്റെ അമ്മ മാതാവ് തേർഡ് ഇയറിൽ ഡിസ്റ്റിങ്ഷൻ നൽകി എന്നെ അനുഗ്രഹിച്ചു. അതേപോലെ ഫോർത്ത് ഇയറിൽ പഠിക്കുന്ന സമയത്ത് വളരെ ടൈം കുറവായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിരുന്നു എന്തായാലും സിലബസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇനിയുള്ള ആകെ വഴി എൻ്റെ മുന്നിൽ ഞാൻ കണ്ടത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് പോയേക്കുന്നത്. അതും മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. മാതാവിനോട് കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ചോദിക്കും, അത് പഠിക്കും, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ 5 പേരാണുള്ളത്. ഞങ്ങൾ 5 പേരും കൈ കോർത്ത് പിടിക്കും. എന്നിട്ട് ആദ്യം തന്നെ വചനങ്ങൾ ചൊല്ലും. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ വചനവും അതേപോലെ വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പഠിക്കാനിരിക്കുന്നത്. അങ്ങനെ ഫോർത്ത് ഇയറിലെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു. ഞങ്ങൾ എപ്പോഴും എക്സാമിന് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി തിരി കത്തിച്ച് വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് അമ്മ അടയാളമായിട്ട് തിരി വലിയ ആളി ഇങ്ങനെ കത്താറുണ്ട്, അമ്മ അടയാളം തന്ന്. അതേപോലെ എൻ്റെ അമ്മ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കും. അതേപോലെ എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് കൊടുക്കാറുണ്ട്. ഞങ്ങൾ എക്സാം സെൻറ്റർ വരെ നടന്നു പോകുന്നത് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് എക്സാം സെൻറ്റർ വരെ നടക്കുന്നത്. അതേപോലെ അവിടെ ചെന്നിട്ടും എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് ആരും ചവിട്ടാത്തൊരിടത്ത് പോയിട്ട് ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മാതാവ് ഈ ഒരു എക്സാം ഇനി 2ാമത് ഞങ്ങളെ കൊണ്ട് എഴുതിക്കാൻ ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ എക്സാം സെൻറ്ററിലോട്ട് കയറുന്നത്. അതേപോലെ എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഏത് എക്സാമാണോ ഒന്ന് കഴിഞ്ഞത് ആ ബുക്ക് ഉടമ്പടി പത്രത്തിൽ പൊതിഞ്ഞ് ഞങ്ങൾ മാറ്റിവെക്കും. ഈ എക്സാം ഇനി എഴുതിക്കരുതെന്ന് പറഞ്ഞ്. ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ബുക്ക്ലെറ്റിൽ തൈലം പൂശിയും അതുപോലെ ഉടമ്പടി വസ്തുവായ ഉപ്പും ഇട്ടിട്ടാണ് എക്സാം എഴുതാനിരിക്കുന്നത്. അങ്ങനെ ഫോർത്ത് ഇയറിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാം ഉണ്ട്. ആ എക്സാമിന് എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുമെന്നോ ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ഞാൻ എക്സാമിന് ഇരുന്നു. അമ്മനോട് അപ്പോഴേ പ്രാർത്ഥിച്ചു, എൻ്റെ ഇടത്തും വലത്തും ഈശോയും മാതാവ് ഇരുന്നിട്ട് എൻ്റെ കൈ പിടിച്ചായിരിക്കണം എനിക്ക് എക്സാം എന്നെ എഴുതിപ്പിക്കേണ്ടത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് ആകെ അറിയാവുന്നത് 3 ചോദ്യങ്ങൾ എനിക്ക് അറിയാവുന്നുള്ളൂ. ഇതും കൊണ്ട് എനിക്ക് എന്തായാലും പാസ്സാകാൻ പറ്റത്തില്ല. ഞാൻ ഇതേപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കൈ പിടിച്ച് എഴുതിക്കണം. ഞാൻ എക്സാം എഴുതി കുറച്ചായപ്പോൾ എൻ്റെ കയ്യിലോട്ട് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഉടമ്പടി കാശുരൂപത്തിൻ്റെ അതേ നിറത്തിൽ എൻ്റെ കയ്യിൽ മഷി ഇങ്ക് കലർന്നിരിക്കുകയാണ്, പേനയുടെ ഇങ്ക്. അപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൈ പിടിച്ച് എഴുതിച്ചിട്ടുണ്ട്. ഞാൻ ഈ എക്സാം എന്തായാലും തോൽക്കില്ലാതെ എൻ്റെ അമ്മ മാതാവ് പാസ്സാക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഇതേപോലെ തന്നെയായിരുന്നു റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമിന്. സ്റ്റാറ്റിസ്റ്റിക്സ് 25 മാർക്കിനാണ്.
അപ്പോൾ എന്തായാലും ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അവിടെ ഞാൻ കാണിച്ചത് ബാക്കിൽ നിന്ന് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, ലോങ് ക്വസ്റ്റ്യൻസ് ഫ്രണ്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്തു. അപ്പോൾ നടുക്കത്തെ പേജ് മൊത്തം ബ്ലാങ്ക് ആയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൂടുതലായിട്ടൊന്നും എഴുതാനുമില്ല. ഞാൻ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് വിട്ടു. ആൻസർ ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻവിജിലേറ്ററിന് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഇത് ഈ പേപ്പർ ചെക്ക് ചെയ്യേണ്ടത് എൻ്റെ മാതാവായിരിക്കണം, ഈ പേപ്പർ ചെക്ക് ചെയ്യേണ്ടത്, എന്നാലേ എനിക്കിത് പാസ്സാകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഞാൻ കൊടുത്തത്. അങ്ങനെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. പ്രാർത്ഥനയിൽ നല്ലോണം പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും 3 മണിക്കൊക്കെ എഴുന്നേറ്റ് കരുണക്കൊന്തൊക്കെ ചൊല്ലാറുണ്ട്, അതുപോലെ വചനം എഴുതി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇതെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നത് ജൂൺ 10-നാണ് റിസൾട്ട് വന്നത്. എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ജൂൺ 5-നായിരുന്നു. ഞാൻ ഉടമ്പടി പത്രികയിലും വെച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മ മാതാവ് എനിക്ക് ഡിസ്റ്റിങ്ഷൻ നൽകിയാണ് എന്നെ അനുഗ്രഹിക്കേണ്ടതെന്നാണ്. അതുപോലെ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നെ മാതാവ് 4th ഇയറിലും ഡിസ്റ്റിങ്ഷൻ നൽകിയാണ് അനുഗ്രഹിച്ചത്. ഉടമ്പടി സാക്ഷ്യം വഴി ഇവക്കുണ്ടായ അനുഭവം എൻ്റെ ഫ്രണ്ട് പറയുന്നതാണ്. എൻ്റെ പേര് അനുജറി. ഞങ്ങൾ ഒന്നിച്ചാണ് നഴ്സിംഗ് പഠിക്കണത്. അമ്മ മാതാവും തിരുക്കുമാറിനും എനിക്ക് ഉടമ്പടി എടുക്കണത് വഴി എനിക്ക് നേടിത്തന്ന അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മെയ് 1, 2026 ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കണത്. അതിനു മുന്നേ 4 വർഷവും ഞാൻ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത്. BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ എക്സാം ഫസ്റ്റ് ഇയറിൻ്റെ സമയത്ത് സൈക്കോളജിയുടെ സമയത്താണ് എനിക്ക് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഫുള്ളും വൈറൽ ഫീവർ വന്ന് എനിക്ക് 103 ഡിഗ്രി പനിയായിട്ട് ഞാൻ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാവരും കമ്പൈൻ സ്റ്റഡിയാണ് സൈക്കോളജിക്ക് കൂടുതലും ഏറ്റവും എളുപ്പം അതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പനിയായിട്ട് കിടക്കണത്. എനിക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റണില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഞാൻ കിടപ്പായിപ്പോയി. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കിനി എക്സാം എഴുതാൻ പറ്റുമോ, എനിക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, ഞാൻ ഫെയിലായി പോകുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഇവളെനിക്ക് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിപ്പിക്കും. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എപ്പോഴും ചൊല്ലുമായിരുന്നു. അങ്ങനെ എക്സാമിന് തൊട്ട് മുന്നേ എൻ്റെ പനി മാറുകയും എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവാൻ പറ്റി. സെക്കൻഡ് ഇയറും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. തേർഡ് ഇയർ ഞങ്ങളിതുപോലെ വചനങ്ങൾ ചൊല്ലിയാണ് നല്ലോണം പ്രാർത്ഥിച്ചാണ് പഠിക്കാനായിട്ടിരിക്കണത്. ബൈബിള് വായിക്കും, അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. 2:30ക്കും ഞങ്ങൾ ചെല്ലാറുണ്ട്, എല്ലാവരോടും ഒന്നിച്ചാണ് ചെല്ലണത്. അങ്ങനെ എക്സാമിന് വേണ്ടി ഞങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്ത് മാംസ് പറഞ്ഞ് നല്ല തേർഡ് ഇയർ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്തായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് പോയി 10 പേരോടി ഞങ്ങൾ കൈപിടിച്ചാണ് വചനം ചൊല്ലി പ്രാർത്ഥിക്കണത്. അവിടെ ആരും ചവിട്ടാത്ത രീതിയിൽ ഉടമ്പടി വസ്തുക്കൾ ഞങ്ങളവിടെ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് സെൻറ്ററിൽ കയറണത്. കാശുരൂപം വെച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചാണ് എഴുതണത്. അങ്ങനെ റിസൾട്ടിൻ്റെ സമയം റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പർ ആ PDF ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി, ഞാൻ ഫെയിൽ ആവുമെന്ന് എനിക്ക് പേടിയായി. അങ്ങനെ ഇരിക്കണ സമയത്ത് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ്, നീ പേടിക്കണ്ട, എന്തായാലും നീ പാസ്സാവും, നീ ഉടമ്പടി എടുത്തതല്ലേ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ നല്ലോണം പഠിച്ചല്ലോ, നല്ലോണം പ്രാർത്ഥിച്ച്, പിന്നെ എനിക്ക് എന്ത് പറ്റിയെന്നായിരുന്നു. കാരണം ഞാൻ അത്രയും നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉടമ്പടി തൈലം എൻ്റെ രജിസ്റ്ററിൽ ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ പറഞ്ഞു, പേടിക്കണ്ട, നീ എന്തായാലും പാസ്സാവും. എൻ്റെ മാം എന്നെ വിളിച്ച് പറഞ്ഞു, നമുക്ക് നോക്കാം, മെമ്മോ വരട്ടെ, നമുക്ക് നോക്കാം, എന്തായാലും പാസ്സാവും മോൻ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് പറഞ്ഞ് അങ്ങനെ തൈലം പുരട്ടി ഞാൻ രജിസ്റ്റർ നമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ആവർത്തിച്ച് ചൊല്ലി. റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് മെമ്മോ വന്നത്. എൻ്റെ മെമ്മോ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ഏറ്റവും നല്ല മാർക്ക് തന്ന എൻ്റെ മാതാവ് തിരുക്കുമാരൻ വരെ അനുഗ്രഹിച്ചതിന് 1000 നന്ദി ഞാൻ പറയുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഉടമ്പടിക്ക് മുന്നേ എൻ്റെ കയ്യിൽ ഞാൻ ഇതുപോലെ ഒന്നും കൊണ്ടുപോയി നടക്കില്ലായിരുന്നു. അതേപോലെ ജപമാല പോലും ഞാൻ മര്യാദയ്ക്ക് എത്തിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സമ്പൂർണ്ണ ജപമാല വരെ എനിക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതേപോലെ അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനൊക്കെ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും അധികം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നാട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയുടെ ഒപ്പം പോയിട്ട് മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ളവരൊക്കെ പോയിട്ട് കാണും. അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽസിൽ പോയിട്ട് പൊതിച്ചോറൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മലയാള പത്രവും അതുപോലെ തെലുങ്ക് പത്രവും വാങ്ങിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും. അതേപോലെ കാശുരൂപത്തിൻ്റെ ലോക്കറ്റും അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇതുപോലെ ഇനിയും ഒത്തിരി ചെറുതും വലുതായിട്ടുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്.
ഇനിയും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അലീന വിൽസണും അനുജറിയും തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മക്കളുടെ വാക്കിൽ തന്നെ നമുക്ക് ബോധ്യമുണ്ടായിരുന്നു എപ്രകാരം ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും പ്രാർത്ഥനകളോടും വിശുദ്ധ വസ്തുക്കളോടുമൊക്കെ ചേർന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ അവർ ക്രമപ്പെടുത്തി എന്നുള്ളത്. അതുതന്നെയാണ് ഈ മക്കൾ കടന്നുപോയ ജീവിതാവസ്ഥകളിലും പഠനത്തിൻ്റെതായ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ നമുക്ക് ഈ മക്കളുടെ വാക്കിൽ തന്നെ കാണുവാനും കേൾക്കുവാനും സാധിക്കുകയുണ്ടായത്. ചില സെമസ്റ്ററുകളിലൊക്കെ കടന്നു പോകുന്ന വിഷയങ്ങളും കമ്മ്യൂണിറ്റി എക്സാം ആണെങ്കിലും എക്സാമിനുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ സമർപ്പിക്കുമ്പോഴും അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലേക്ക് പഠിക്കാൻ തന്നെ പാടായിട്ട് മാറുമ്പോഴും അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കും. പരിശുദ്ധ അമ്മയാണ് ഞങ്ങൾക്ക് മാർക്ക് നൽകി അനുഗ്രഹിക്കുന്നത് എന്നിവരുടെ വാക്കുകൾ അത് പൂർണ്ണമായിട്ടും വിശ്വാസത്താൽ പറയുന്ന ഒന്നുകൂടിയാണ്. ഇനി മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഇവരെ ഇനിയും മാറ്റണമേ എന്നും ഇവരുടെ ജീവിത പ്രവൃത്തികളിലും നന്മകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങളായിട്ടാണ് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്, അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മളെയും ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.